എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു ഗോവിന്ദനോട് ചോദിക്കാണ്, എന്തു പറ്റി കണ്ണേട്ടാ, കണ്ണേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ടാണ് രാധികാമ്മ വരണോ അങ്ങോട്ട് വരുന്നത്. എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ നെറ്റിയിലെ ആ മുറിവ് കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് രേഖിച്ച്, എന്ത് പറ്റിയമേ, അമ്മയുടെ നെറ്റിക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അതൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും വലിയ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചോദിക്കുകയാണ്. എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു കണ്ണാന്ന് ചോദിക്കുകയാണ്. ആ ചേതൻ ഗ്രൂപ്പിന് ആ ചേതൻ ഗ്രൂപ്പിന് വേണ്ടി ഏജിയം കമ്പനി ഒറ്റ കൊടുക്കാനായിട്ട് ഇത് ആർക്ക് സാധിച്ചു, എങ്ങനെ സാധിച്ചു എന്നൊക്കെ ഗോവിന്ദനോട് വന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഗീതു ഒന്ന് ഞെട്ടി. എന്താ സംഭവിച്ചേ, ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ കണ്ണേട്ടാ, എന്തൊക്കെയാ രാധികാമ്മ പറയണെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഗോവിന്ദ് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല രാധികാമ്മേ, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്താണ് നമ്മുടെ ശത്രുക്കൾ ആ സിംഗപ്പൂർ കമ്പനിയുടെ പ്രോജക്റ്റ് പിടിച്ചെടുത്തെന്നുള്ള കാര്യം അറിയാന്ന് പറയാം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, എന്തൊക്കെയാ കണ്ണേട്ടാ ഈ കേൾക്കുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയെന്ന് ചോദിക്കും. ഇത് കേട്ടതും രാധികാമ്മ പറഞ്ഞു, കൈവിട്ടു പോയോന്നോ, എന്നിട്ട് ഇപ്പോഴും നീ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുക. സത്യം പറ കണ്ണ, എന്താ സംഭവിച്ചെന്ന് രാധികാമ്മ ഗോവിന്ദനോട് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, ആ പ്രോജക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. പക്ഷേങ്കിൽ അത് ആ പ്രോജക്റ്റ് പോയത് ഇവിടെ ഒരാളുടെ ഇമെയിൽ ഐ ഡി എന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, ആണോ, അങ്ങനെയാണെങ്കിൽ അത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം ഗോവിന്ദേട്ട, അവരാരാണെങ്കിലും അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഈ കുടുംബത്തിലുള്ള ഒരാളെ ചതിച്ചെങ്കിൽ ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല, അവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് പറയണം. രാധിക പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ആ ചതി ചെയ്ത ആരാണെങ്കിലും അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം കണ്ണാന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, ആ ഇമെയിൽ ഐ ഡി എന്നാ പോയെന്ന് പറഞ്ഞില്ലേ, അത് ഗീതുവിന്റെ ഇമെയിൽ ഐ ഡി എന്നാന്ന് പറയണം. ഇത് കേട്ട ഗീതു ചോദിച്ചു, എന്റെ ഇമെയിൽ ഐ ഡി എന്നോ, അതെങ്ങനെ ചേതൻ ഗ്രൂപ്പിന് എന്റെ മെയിൽ ഐ ഡിന്ന് ആ പ്രോജക്റ്റ് പോകുന്ന ചോദിക്കാം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ, അപ്പൊ നീയാണ് കള്ളി. പെട്ടെന്ന് വരും പറഞ്ഞു, കണ്ണടച്ച് പാല് കുടിക്കുവാന്ന് ധരിച്ചിരുന്ന എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗീത് പറഞ്ഞു, കണ്ണേട്ട ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല, വേണ്ടി നീ കൂടുതൽ കിടന്ന് പറയൊന്നും വേണ്ട, ഇപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുക. അപ്പോഴേക്കും കാഞ്ചന ചായയായിട്ട് വരുവാണ്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ചായ കൊണ്ടൊക്കോന്ന് പറയണം. അല്ല ഇപ്പൊ ഗോവിന്ദമ്മല്ലേ ചായ വേണമെന്ന് പറഞ്ഞേ, നിന്നോട് ഇപ്പൊ വേണ്ടെന്നല്ല പറഞ്ഞ് കയറി പോകാത്തേക്കെന്ന് പറയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ കാഞ്ചന ചായയായിട്ട് അങ്ങോട്ട് തിരിയുവാണ്. ഈ സമയത്ത് രാധികാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പ് പരിശോധിച്ചാൽ മതിയല്ലോ, ലാപ്ടോപ്പിനകത്തുനിന്ന് വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് പറയണം. ഓഹോ, അപ്പൊ ലാപ്ടോപ്പിനകത്ത് എന്തോ വിവരങ്ങളുണ്ട് എന്ന് കാഞ്ചന ധരിക്കും. അങ്ങനെയാണെങ്കിൽ ലാപ്ടോപ്പിനകത്ത് തെളിവ് നശിപ്പിച്ചാലും ഇനിയിപ്പോ മൊബൈൽ ഫോണിനകത്ത് കാണുമല്ലോ. ഗീതപ്പോ അവിടെ മുറി ചെന്ന് ഫോൺ എടുത്ത് നോക്കാം എന്ന് കരുതി കാഞ്ചന നേരെ ഗീതുവിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് ഇനിയിപ്പോ അവിടെ മൊബൈൽ ഫോൺ കണ്ടില്ല. പക്ഷേ എങ്കില് അവിടുത്തെ ആ കബോർഡില് അലമാരിയുടെ പുറത്തിങ്ങനെ എന്താ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് നല്ല അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇതിനകത്ത് ഇത്ര കാര്യമായിട്ട്, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, അതാണല്ലോ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നിടത്ത് കബോർഡ് തുറക്കുവാണ്. കബോർഡ് തുറന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു നല്ല പപ്പിക്കുട്ടീനെയൊക്കെ വെച്ചിട്ട് ഒരു പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു A4 ഷീറ്റ് ഇരിക്കുന്നു. ഇതെന്താ പോലും എന്നോർത്ത് നോക്കിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയേക്കുന്നു. എന്താണെന്നും മനസ്സിലാകുന്നില്ല, മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ. എന്റെ ദൈവമേ, മൊത്തം തമിഴാക്കേണ്ടതായിരുന്നു, ഇംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാനും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതൊന്നും മറ്റൊന്നും ആയിരുന്നില്ല, ഗീതുവിന്റെ പ്രഗ്നൻസി റിപ്പോർട്ടായിരുന്നത്. പക്ഷെ കാഞ്ചനയ്ക്ക് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. ഓഹോ, അപ്പൊ ഇതെന്തോ വലിയ തെളിവാണ്, എന്തോ വലിയ കാര്യമെന്ന് കരുതി കാഞ്ചന അതും എടുത്തോണ്ട് താഴേക്ക് വരുവാണ്. ഈ സമയം രാധിക ഗോവിന്ദനോട് പറഞ്ഞു, കണ്ണ ഇനി ഒരു നിമിഷം പോലും വൈകിപ്പിച്ചുകൂടാ, ഇവളുടെ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തെളിവുകൾ കാണൂലോ, ഇവളുടെ ഇമെയിൽ ഐ ഡി എന്നാണെങ്കിൽ ആ പ്രോജക്റ്റ് പോയെങ്കിൽ ഇവളുടെ കള്ളത്തരം നമുക്ക് പുറത്തെത്തിക്കാന്ന് പറയണം. പെട്ടെന്ന് ഗീത് പറഞ്ഞു, കണ്ണേട്ട ഇത് വിശ്വസിക്കില്ല, ഞാനും അവർണിക എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ആ പ്രോജക്റ്റ് തയ്യാറാക്കിയത്, അപ്പൊ ഞങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു, ആരാ ചെയ്തേ, എന്താ ചെയ്തെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയാം. വരും പെട്ടെന്ന് പറഞ്ഞു, അതെ നിന്റെ ലാപ്ടോപ്പ് ഇങ്ങ് കൊണ്ടുവരാൻ പറയണം. പെട്ടെന്ന് തന്നെ പ്രിയ പറഞ്ഞു, വരണേട്ടാ ഇങ്ങനൊന്നും പറയില്ല, ഗീത ചേച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന ആളല്ല. രേഖ പറഞ്ഞു, ഗോവിന്ദേട്ട സംശയിക്കില്ല, ഗീതു അങ്ങനെ ചെയ്യത്തില്ല, ഗീത് പാവമാണ്, ഗീതന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. പിന്നീട് ഗീത ലാപ്ടോപ്പ് എടുക്കാനായിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അകത്തേക്ക് പോയി ലാപ്ടോപ്പ് എടുത്തോണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും രാധികാമ്മ പാഞ്ഞ് അകത്തേക്ക് ഒരു ചെല്ലുവേണം. ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ലാപ്ടോപ്പ് അങ്ങനെ പിടിച്ചു മേടിക്കണം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഈ ലാപ്ടോപ്പായിട്ട് പുറത്തിറങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനോ, അതൊന്നും ഒരിക്കലും നടക്കില്ല, ഈ തെളിവുകളെല്ലാം കണ്ണന്റെ മുന്നിൽ ഹാജരാക്കാനുള്ളതെന്ന് പറയണം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, തെളിവുകൾ എന്ത് തെളിവുകള്,
അല്ല ഇതിനകത്തൊന്നും ഈ മെയിൽ ഐ ഡി അയച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പൊ അതിൻ്റെ അകത്ത് തെളിവുകൾ ഇതിനകത്ത് കാണൂലോ, അതാ പറഞ്ഞെന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ്. അതെ, നിന്നെ ഇന്നത്തോട് കൂടിയിട്ട് ഇവിടുത്തെ പൊറുതി അവസാനിപ്പിച്ച ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോവാന്ന് രാധിക ഗീതനോട് പറയണം. പെട്ടെന്ന് ഗീത രാധികയുടെ അടുത്തേക്ക് വന്നു. അതെ, നിങ്ങളുടെ പിതാക്കന്മാർ ശ്രമിച്ചാലോ അതിന് പറ്റില്ല. ഇതിനു മുമ്പ് ഒരു പിടിവള്ളി ഇല്ലാതെ ഇരുന്ന സമയത്ത് പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെയാണോ ഇനിയിപ്പം പുറത്തേക്ക് പോകാൻ പോകുന്നത്? ആരാ പുറത്തേക്ക് പോകുന്നത് എന്താന്ന് കണ്ടറിയാം. നിങ്ങൾ എന്നെ കുറിച്ച് ശരിക്കും പഠിച്ചു വരുന്നുള്ളൂ രാധികാമേ എന്നും പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഇങ്ങോട്ട് മേടിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിതാക്കന്മാരെന്ന് പറഞ്ഞ ആരാന്ന്? അത് നിങ്ങളെ അച്ഛന്റെ അച്ഛന്റെ അച്ഛന് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരും. ഇപ്പം മനസ്സിലായെന്ന് ചോദിച്ചിട്ട് ആ ലാപ്ടോപ്പുമായിട്ട് നേരെ ഹാളിലേക്ക് വരുവാണ്. രാധികാമയ്ക്ക് മുഖത്തടിയേറ്റവലേ പോയി. അങ്ങനെ ഹാളിലേക്ക് വന്ന് ലാപ്ടോപ്പുമായിട്ട് ഗീതു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വരും പറഞ്ഞു, ഗോവിന്ദേട്ടാ ആ ലാപ്ടോപ്പ് ഇങ്ങോട്ട് തരാൻ പറ, ഞാൻ അതിനകത്ത് ചെക്ക് ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, ഗോവിന്ദേട്ടാ ഞാൻ ചെക്ക് ചെയ്തോളാന്ന് പറയണേ, എനിക്കറിയാലോ എന്ന് പറയണം. പെട്ടെന്ന് വരും പറഞ്ഞു, ഓ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, നീ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ലാപ്ടോപ്പ് അങ്ങോട്ട് പിടിച്ചു മേടിക്കുകയാണ്. ഈ സമയത്ത് പ്രിയ പറഞ്ഞു, വേണ്ട ഗോവിന്ദേട്ടാ, വെറുതെ ഗീർച്ചേച്ചിനെ സംശയിക്കേണ്ട, ഗീർച്ചേച്ചി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലേ, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കണം. രാധിക പറഞ്ഞു, ഉറപ്പായിട്ട് കണ്ടുപിടിക്കണം, ഈ കുടുംബത്തെ ചതിച്ച ആരാന്ന് കണ്ടുപിടിക്കണം, ആ ചേതൻ ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ആയത് ആരാന്ന് കണ്ടുപിടിക്കണം. കാരണം ഈ കുടുംബത്തിന്റെ ശത്രുവാണ് ആ ചേതൻ ഗ്രൂപ്പ്. അവരുമായിട്ട് ആരാണ് ഈ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കിയത് ആരാന്നറിയണം, അപ്പൊ പുറത്താക്കണമെന്നൊക്കെ പറയണം. ആ സമയത്ത് വരൻ ലാപ്ടോപ്പും കൈ പിടിച്ചിരിക്കുക. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞു, ഗീതു നീ നിന്റെ പാസ്വേഡ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറയണം, ഇമെയിൽ ഐ ഡിയുടെ. അവസാനം ഗീതു പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. കണ്ണേട്ടൻ സ്ലാഷ് ഗീതു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വരൻ അത് അടിച്ചിട്ട് വരൻ നോക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇതിനകത്തുനിന്ന് തന്നെയാ ഈ മെയിൽ ഐ ഡിന്ന് തന്നെയാണ് ആ വിവരങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നത്, ചേതൻ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുന്നു പറയണം. ഗീതു ഒരു നിമിഷവും ഞെട്ടി, ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയണം. പ്രിയ പറഞ്ഞു, എന്തേ വരട്ടെ ഇങ്ങനെയൊന്നും പറയില്ല, ഗീത ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. എല്ലാരും ഗീതനെ സപ്പോർട്ട് ചെയ്തിരിക്കുക. പക്ഷെ വരുണിന്റെ അധികാമ എതിർത്ത് തന്നെ നിൽക്കുക. അപ്പോഴേക്കും കാഞ്ചന എങ്ങോട്ട് വന്നു. കാഞ്ചന ആ റിസൾട്ടും കൈപിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വലിയ വഴക്കം നടക്കുക. ഈ സമയത്ത് എങ്ങനെയാ അതുകൊണ്ട് കൊടുക്കുന്നത്? ഗീതുപ്പാപ്പനെ സംബന്ധിച്ച് എന്തോ വലിയ രഹസ്യമാണ്, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കാഞ്ചനയ്ക്ക് ആ വഴക്കിനിടയ്ക്കേക്ക് പോവാനും ഒരു മടി. അങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് വരും പറഞ്ഞു, ദേ ഗോവിന്ദേട്ടാ ഇനി ഒരു നിമിഷം പോലെ ഇവിടെ ഇവിടെ നിർത്തിക്കൂടാ, ഇപ്പൊ തന്നെ ഇവിടെ ഇവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് പറയണം. ഇത് കേട്ടതും രാധിക പറഞ്ഞു, അതെ കണ്ണ ഒരു നിമിഷം പോലെ ഇവിടെ നിർത്തല്ല. അല്ല കണ്ണ നീ എന്താ ഒന്നും മിണ്ടാ നിക്കണേന്ന് ചോദിക്കുക. വരും പറഞ്ഞു, ഗോവിന്ദൻ ആ ഷോക്കിലാന്ന് തോന്നുന്നത്, ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ ഇവിടെ പിടിച്ചിറക്കാന്ന് പറയണം. രാധിക പറഞ്ഞു, അത് ശരിയാ, നീ തന്നെ ഇവിടെ പിടിച്ച് പുറത്തേക്കാക്ക്. ഇനി ഒരു കാരണവശാലും ഇവളെ കുടുംബത്തിൽ പോലും കാല് കുത്തരുത്. അവൾ അത്ര വലിയ ചതിയല്ലേ ചെയ്തിരിക്കുന്നു ചോദിക്കും. അവൾക്ക് ചെയ്യാൻ കൊള്ളുന്ന കാര്യമാണ് അവൾ ചെയ്തിരിക്കുന്നത് ചോദിക്കണം. ഗീതു ഒരു നിമിഷം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയെ ഞെട്ടിച്ചരിച്ച് നിൽക്കണം. ഇങ്ങനെ താൻ ഒരിക്കലും അത് തെറ്റ് ചെയ്തിട്ടില്ല, തന്റെ സ്വപ്ന പ്രോജക്റ്റ് ആയിരുന്നത്, പിന്നെ എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. പിന്നീട് വരുൺ ഗീതുവിന്റെ അടുത്തേക്ക് എന്നിട്ട് ആ കയ്യേലേക്ക് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുവാണ്. കയ്യേലേക്ക് ഇങ്ങ് പിടിക്കാൻ തുടങ്ങിയിട്ട് നിൽക്കുന്ന കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഗീതു ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റും. നീ എന്താ വരണേ ചെയ്യാൻ പോന്നെ? എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനായിട്ടാ? അതെ, നിന്നെ ജനിപ്പിച്ച് നിന്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാണ്ട് നടക്കില്ല. അതെ, നിന്നേക്കാളും എനിക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. അത് അധികം വൈകാതെ നീയൊക്കെ അറിയൂന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വരുൺ ഇങ്ങനെ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നോക്കുവാണ് ഗീതുവിനെ. പെട്ടെന്ന് ഗീതു പറഞ്ഞു, എന്താ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. വരും പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, കൈ വീശി അടിക്കാൻ തുടങ്ങുകയാണ് ഗീതുവിനെ. പെട്ടെന്ന് ഗോവിന്ദ വന്ന കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. പിന്നീട് വരുണോട് പറഞ്ഞതേ, തൽക്കാലത്തേക്ക് ഇവിടെ അടിയും പഴക്കൊന്നും വേണ്ട. ഒരു ഇമെയിൽ ഐ ഡിന്ന് ഒരു കാര്യം പോയെന്ന് ഓർത്തണം ഞാൻ ഗീതുവിനെ ഒരിക്കലും സംശയിക്കില്ല. ആർക്ക് വേണം ഈ ചതി ചെയ്യാലോ. ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ മനസ്സിലാക്കുവാണെങ്കിൽ, അല്ല പാസ്വേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ ആരാ ഈ ചതി ചെയ്തെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ല ആരാ ഇത് മെയിൽ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഗീതുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഗീതു ഒരിക്കലും ഇങ്ങനെ ചതി ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഗീതു ചെയ്യത്തില്ല എന്ന് പറയണം. രാധികയെ വരണം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. മുഖത്ത് രക്തമയം ഇല്ലാത്ത അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. പിന്നീട് രാധികയുടെ വരന്റെ അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുവാണ്. അല്ല വരണ, നിനക്ക് തോന്നുന്നുണ്ടോ ഇവളിങ്ങനെ ചെയ്യുമെന്ന്? അതിന് മാത്രം എന്താ തെളിവാ നിന്റെ കയ്യിലുള്ളത്? നിന്റെ അമ്മയുടെ കൈവശം എന്ത് തെളിവുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒരു ഗോവിന്ദന്റെ ഒരു ഞെട്ടലോട് കൂടി രാധികാമ്മ നോക്കുകയാണ്. നിന്റെ അമ്മയുടെ കൈവശം അങ്ങനെയാ പറഞ്ഞേ. പെട്ടെന്ന് രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടോ എന്നൊരു സന്ദേഹം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. അതെ, തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, തെളിവുകളുണ്ടെന്ന് നിരത്താൻ പറയാണ്. ഇത് കേട്ടത് ഗീത പറഞ്ഞു, എന്ത് തെളിവുകള്? അവരുടെ കയ്യിൽ ഒരു തെളിവും കാണത്തില്ല. ആകെപ്പാടെ ഇത് എന്റെ മെയിൽ ഐ ഡിന്ന് ആ പ്രോജക്റ്റ് പോയതിന്റെ തെളിവ് മാത്രമേ കാണത്തുള്ളൂ, അല്ലാതൊന്നും ഇല്ലായിരിക്കും എന്ന് പറയണം.
വരുമ്പോൾ തെളിവുണ്ട്, ഞാൻ ഹാജരാക്കാന്ന് പറയണം. തെളിവുണ്ട്, നീ കൊണ്ടുപോകാൻ വരണേന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. എനിക്ക് അത്യാവശ്യപ്പെട്ട് കോളാ. ഈ കോൾ വിളിച്ചിട്ട് ഞാൻ വരുമ്പോഴത്തേനും തെളിവ് എന്താന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞിരിക്കണം, മനസ്സിലായല്ലോ. ആ തെളിവ് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഫോൺ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്താണ് കാഞ്ചന പറയുന്നത്, അതെ, ഗീതുപ്പാപ്പനെ കുറിച്ച് വലിയ തെളിവ് എന്റെ കൈവശം ഉണ്ടെന്ന് പറയണം. ആ പേപ്പർ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഗീതുവിന് സംഭവം മനസ്സിലായി. ഗീതു ഓടി കാഞ്ചന അടുത്തേക്ക് ചെല്ലുവാണ്. കാഞ്ചന പറഞ്ഞു, ആ പേപ്പർ ഇങ്ങ് താ കാഞ്ചനക്കാന്ന് പറയണേ. ഇല്ല, തരത്തില്ല എന്ന് പറയണേ. ഇങ്ങോ തരാ, ഇത് കാഞ്ചനക്കേക്ക് വേണ്ടപ്പെട്ട പേപ്പർ അല്ലാന്ന് പറയണം. തരത്തില്ല ഗീതുപ്പാപ്പ, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് കാഞ്ചന ഇരിക്കുകയാണ്. പെട്ടെന്ന് രാധികാമ്മ അങ്ങ് ചെന്നിട്ട് ആ പേപ്പർ അങ്ങോട്ട് തട്ടിപ്പറിച്ചെടുക്കുവാണ്. പിന്നീട് ഗീതുവിനോട് പറഞ്ഞു, ഓ, നിന്നെ സമ്മതിക്കുന്ന എന്തോ വലിയ തെളിവാ. വരും പറഞ്ഞ് വിടല്ലമ്മേ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. അമ്മ എന്താന്ന് നോക്കാം, വലിയ തെളിവാ, അവള് കാണാതെ മറച്ചു വെച്ചിരിക്കുന്നാന്ന് തോന്നേ, എന്താന്ന് നോക്കാൻ പറയണം. രാധികാമ്മ അത് വായിച്ചു നോക്കിയ രാധികാമ്മയുടെ തലയ്ക്കകത്ത് ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നുള്ള അവസ്ഥയായിരുന്നു. ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് അത് വരുണിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വരുണും അത് വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥ നിൽക്കുക. പെട്ടെന്ന് ഗീതു ചെന്നിട്ട് പറഞ്ഞു, അതെ, ഈ കാര്യം ഇപ്പൊ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നു കളയൂന്ന് പറയാണ്. കാരണം ഗീതുവിന് മനസ്സിൽ ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, താൻ എങ്ങനെയാ കണ്ണേട്ടനോട് ഇത് പറയണ്ടേന്നുള്ളത്. അപ്പൊ ഇവര് നേരത്തെ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സർപ്രൈസ് പോലോ, അതുകൊണ്ടാണ് ഗീതു അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.